എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇക്കോ എന്താ പറയാ, ഒരു കൊറിയൻ സിനിമയൊക്കെ കാണുന്നൊരു ഫീലാണ് സ്റ്റാർട്ടിങ് ടു എൻഡ്. മേക്കിംഗ് കിടില. സോ കിഷ്കിന്ദ കാണ്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡയറക്ടർ രഞ്ജിത്ത്, നമ്മൾ അന്ന് തന്നെ നോട്ട് ചെയ്തൊരു ഡയറക്ടറാണല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു റിട്ടൺ ബൈ ബാബുൽ രമേഷ്. പിന്നെ മ്യൂസിക്കാണ് എടുത്ത് പറയുന്നത്. മുജീബ് മജീദ്, പുള്ളിയുടെ മ്യൂസിക് ഒന്നൊന്നര മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ലാണ്ടായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ. ആ പെർഫെക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതേ ഓരോ സീനിന് ആക്ച്വൽ എന്താണ് ആവശ്യം അതേ ടെമ്പോയിലും അതേ എല്ലാം കൊണ്ടും അതൊരു ഭയങ്കര ഒരു രസമായിരുന്നു കേൾക്കാം. ഒരിക്കലും ഒരു ബോറടിപ്പിക്കുന്ന ഒരു തനകൊത്തുന്നോ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഏത് സ്ഥലത്താണ് അത് കൊടുക്കേണ്ടതെന്നുള്ള പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. അത് ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് ആക്ട് ചെയ്യുന്നവര് സന്ദീപ് പ്രദീപ്, വിനീത് നരേൻ, സൗരഭ് സച്ദേവ. പുള്ളിനെ നിങ്ങൾക്ക് എനിമൽ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിനെ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ വിനു പപ്പൂട്ട്. അപ്പൊ ഇവരൊക്കെയാണ് പ്രോമിനന്റ് ക്യാരക്ടേഴ്സ്. എന്താ പറയാ, നമ്മളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും കേട്ടോ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്. ശരിക്കും അതൊരു എൻജോയ് ചെയ്ത് ആസ്വദിച്ചിറങ്ങി കാണുന്നത്. തിയേറ്ററിൽ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഈ പിള്ളേരെ മോങ്ങലും കരച്ചിലും പോലൊന്നും ഇല്ലാതെ, ആൾക്കാരെ ഫോണടിക്കാതെ, മറ്റുള്ളവർ ചറവറ ചിരിക്കുന്നതും കുശലം പറയുന്നതും കേൾക്കാതെ, ആ ഒരു സൈലൻസ്. ഇതിനൊരു മൂഡ് വേണം സിനിമ കാണാൻ. ഇതൊരു മൂഡ് സിനിമയാണ്. അത് നമുക്കൊരു ആ ഫിലിം തുടങ്ങി അങ്ങ് കയറുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു മൂഡ് അതിലേക്ക് വരും. നമ്മൾ ആ കിഷ്കിന്ദ കാലത്തിലൊക്കെ കണ്ടില്ലേ, ആ ഫീലാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഒരു നമ്മളെ ഉള്ളിലുള്ള ഒരു ആകാംക്ഷ അങ്ങനെ എന്താ പറയാ, സമയം ചെല്ലുന്നവർക്ക് ഇങ്ങനെ കൂടി വരും. ഈ ഒരു ഇത് അറിയാനുള്ള അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു എന്താ പറയാ, അതിൻ്റെ ഒരു ഉള്ളടക്കം അറിയാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിനുവേണ്ടി നമ്മളിങ്ങനെ എന്താ പറയാ, ഞെരിവിരി കൊള്ളും. Like you'll be so anxious to know what happens in the movie in the end. എൻഡിങ് എങ്ങനെയായിരിക്കും. ഇതിന്റെ നിലയ്ക്ക് നമ്മൾ ചിന്ത സിനിമ കാണുമ്പോൾ മൊത്തം എന്തായിരിക്കും ഇതിന്റെ എൻഡിങ്, ഇയാളെ കാണുമോ, പിടിക്കുമോ, അങ്ങനെ ഭയങ്കര ചിന്തകൾ ഇങ്ങനെ കാട് കയറിക്കൊണ്ടിരിക്കും നമ്മളെ മനസ്സിൽ. വളരെ മനസ്സിനെ ശരിക്കും ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഭയങ്കര നല്ല ത്രില്ലർ എന്ന് പറയാം. ശരിക്കും മലയാളം ഒരു വേറെ ലെവലിലേക്ക് പോയി ഈ സിനിമയൊക്കെ കാരണം. അതിനിടയിൽ വേറെ കൂത്രപ്പടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടിരുന്നു, നല്ല കൂത്രപ്പടമായിരുന്നു, പെറ്റ് ഡിറ്റക്റ്റീവ്. OTT വന്നു. ഭാഗ്യം ഞാൻ ആ സിനിമ തിയേറ്ററിലൊന്നും പോയി കാണാറുന്നത്, OTT കണ്ടതാ. സാധനം തിയേറ്ററിലൊക്കെ കണ്ടവർ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. പെറ്റ് ഡിറ്റക്റ്റീവ് CID മൂസനെ വെട്ടാൻ ഇറക്കിയ സിനിമ. എന്റെ പൊന്നു മക്കളെ, എന്തിനാണ് ഈ കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഈ കൂതറ സിനിമ എടുക്കുന്നത്? നിങ്ങളുടെ സ്വന്തം കാശല്ലേ? അത് സ്വന്തം പ്രൊഡ്യൂസറാണ് അതിൽ അഭിനയിച്ച് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന പറയുമ്പോൾ സത്യം അവൻ്റെയൊക്കെ അധോഗതി നോക്കി. കഷ്ടകാലം തന്നെ ആ സിനിമ എടുത്തത്. എന്തൊരു തല്ലിപ്പൊളി സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ജംസ് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുമ്പോൾ, ഈ ഡയമണ്ട്സ് പറയാം, ജംസ് ഒന്നും ഡയമണ്ട്സ് ആണ്. ഒരു കൊറിയൻ സിനിമ കാണുന്ന ഒരു ഫീലാണ് നെയ്ച്ചത്. എന്താ പറയുക, ഈ കൊറിയൻ സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് വലിയ ഈ ആക്ഷൻ പടത്തിനായില്ലേ പറഞ്ഞ, ഈ കൊറിയൻ ഡ്രാമാസിന്റെ കാര്യം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. വലിയ കോലാഹല ബഹളം ഒന്നും ഉണ്ടാവില്ല. അതേ ലെവലിലാണ് ഈ സിനിമ പോകുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട്. ചിലർക്ക് ഇത് ഭയങ്കര ലേഖമൊന്നുമില്ല, അതാണ് അതിന്റെ മൂഡ്. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ മൂഡ് നമുക്ക് ലാസ്റ്റ് എത്തുന്ന കുറച്ചങ്ങനെ മെല്ലെ ഞങ്ങള് ഈ ലോകെ കാണുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് കയറും. അങ്ങനെയല്ല, ഇത് മെല്ലനെ കയറുള്ളൂ. ഒരു സ്ലോ ബേണിംഗ് എന്നൊക്കെ പറയില്ല, സ്ലോ ബേണിംഗ് ആണ്. അങ്ങനെ മെല്ലെ കയറി ആ പീക്കിലെത്തുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടും. അതാണ് ഈ സിനിമയിലൂടെ സംഭവിക്കുന്നത്. ആ എൻഡിങ് ഒക്കെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷോർട്സ് ആണ്. അയ്യോ, എന്ത് ബ്യൂട്ടിഫുൾ! ആ നാച്ചുറൽ ബ്യൂട്ടി ഉള്ള മലകളുടെയും കാടിന്റെയും ആ കുന്നുകളുടെയും ആ പുൽമേടിന്റെയും അരുവിയുടെയും വെള്ളച്ചാട്ടത്തിന്റെ എന്ത് രസമായിട്ട് അതിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. അത് ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ നല്ല കളറിങ്. ഇതാണ് ഭയങ്കര ഓവർ കളറിങ് ഇല്ല, ആ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കളറിങ് ഉണ്ടല്ലോ.
അതാണ് ഈ ഇംഗ്ലീഷ് സിനിമയിൽ നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ആകെ കൂടി പച്ചയും മഞ്ഞയൊക്കെ അടിച്ചു വെച്ചിട്ട് ഒരുമാതിരി ചിലതും അങ്ങനെയല്ല. അതിന്റെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കളറിംഗ് ആണ്, വളരെ രസകരമായിട്ടുള്ള ഒരു കളറിംഗ് അത്. പിന്നെ ഒരു മൈന്യൂട്ട് സംഭവങ്ങളുണ്ട് ഇതിലെ ആക്ടേഴ്സ് ഒക്കെ. നമ്മൾ പറയും ഇവരൊന്നും അത്ര വലിയ സ്റ്റാർസ് ഒന്നുമല്ല. നമ്മളെ വിനീത് തിരിച്ചു വട കംബാക്ക്. ഈ വിനീത് ശ്രീനിവാസനല്ല കേട്ടോ നമ്മളെ ഒറിജിനൽ, നമ്മളെ പഴയ എന്താ പറയാ ഡാൻസർ വിനീതല്ലേ. പുള്ളിയുടെ എന്തൊരു അഭിനയം, എന്തൊരു ക്യാരക്ടറാ. ബിനുപപ്പിനെ പറ്റി നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പുള്ളി ഓൾറെഡി നമ്മളെല്ലാ സിനിമ, ഏത് സിനിമ കണ്ടാലും പുള്ളിയുടെ ഒരു ഒരു ലൈൻ ഓഫ് സംഭവം ഉണ്ടായിരിക്കും, പുള്ളിയുടെ ഒരു സംഭവം ഉണ്ടായിരിക്കും ഇവിടെ. അതുപോലെ അശോകൻ, എന്ത് രസമായിട്ട് ചെറിയ 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 സീൻസിലുള്ളൂ, പക്ഷെ ആ ഉള്ള സീൻസിൽ പുള്ളി ഭയങ്കരമായിട്ട് ഇവരൊക്കെ മാറിയെന്നേ. നമ്മൾ അശോകനൊക്കെ നമ്മൾ കാണുന്നത് പണ്ട് മറ്റേ ആ കണ്ണുരുട്ടി വരുന്ന ആ ഒരു ടൈപ്പ് ഒന്നുമല്ല. ഇതൊക്കെ വേറെ ലെവലാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത്. അഭിനയം തന്നെ തോന്നില്ല. ഒരു ജീപ്പ് ഡ്രൈവർ അതേ ഒരു ചേഷ്ടകളും അതൊക്കെയാണ് ആ ഫേസിലും ഈവൻ ടോട്ടൽ നടത്തലും മനസ്സത്തിലും എല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ കഴിവ് നന്നായിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഇത് ശരിക്കും ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങളും നോട്ടീസ് ചെയ്തിട്ടുണ്ട് പുള്ളി കാര്യത്തിൽ. ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. നല്ലൊരു ടീം വർക്ക് അതിന്റെ പുറകിൽ നമുക്ക് കാണാം. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഇങ്ങനത്തെ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് ക്യാമറ ഇട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് ഇതൊക്കെ നോക്കിയിട്ട് കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളതൊക്കെ, കാറ്റ് മറ്റൊന്നും മറിച്ചത്. അവിടെ ആ സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങനെ ബ്യൂട്ടിഫുൾ ഷോട്ട്സ് എടുക്കാന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ അപ്പനടിക്കും. കാരണം തല ഭ്രാന്തം തോന്നും. ആൾക്കാർ അഭിനയം നോക്കുന്നല്ല, ഇനി ഈ കറക്റ്റ് ആ ലൈറ്റിംഗ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഗുലുമാല ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം ഉണ്ടല്ലോ. ഉയ്യോ, അത് ഇത്ര നല്ലൊരു ഹൈറ്റുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദ എഫേർട്ട് പുട്ട് ബിഹൈൻഡ് ദിസ് മൂവി ഈസ് എനോർമസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിഷ്കിന്ദകാന്തം കണ്ട് ഇഷ്ടപ്പെട്ട പോലെ തന്നെ എനിക്ക് ഒരു 10 out of 10 മൂവി തന്നെ പറയാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിന്റെ കഥ ഇതൊന്നും പറയുന്നില്ല, ബിക്കോസ് അത് ടോട്ടലി സസ്പെൻസ് ആണ്. അത് പൊളിക്കാൻ പറ്റില്ല, ഒരു ത്രെഡ് പോലും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ, എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ ഒരു ഫിലിമോഗ്രഫി, ആ ഒരു ലൈറ്റിംഗ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, അത് നിങ്ങൾക്ക് ശരിക്കും തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സിനിമ, വളരെ മികച്ച അഭിനയം, എല്ലാ കാസ്റ്റും ക്രൂവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രോപ്പർ എന്താ പറയുക, ഞാൻ പറയാം ഒരു ഇന്റർനാഷണൽ മൂവി ലെവൽ. അതൊരു ലെവലല്ല, ഇതെന്റെ ഒരു ലെവലാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഇടുന്ന പോലെയാണ്. ഇവിടിപ്പോൾ ഒരു ഹോളിവുഡ് സിനിമ അവർക്ക് വേണമെങ്കിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കാം. അങ്ങനത്തെ ഈ സിനിമകളൊക്കെ ഒരു കൊറിയൻ സിനിമ നമ്മൾ ബെഞ്ച് മാർക്കൊക്കെ എടുക്കുന്ന പോലെ ഈ ഒരു സിനിമ പലർക്കും ബെഞ്ച് മാർക്കായിട്ട് എടുക്കാം. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് സിനിമ ഉണ്ടാക്കി, വളരെ നല്ല മേക്കിംഗ്. അതാ പറഞ്ഞു, മലയാളം മൂവി വേറൊരു ലെവലെത്തിരിക്കുക. നമ്മളൊരു വേറൊരു ലൈൻ ഡ്രോ ചെയ്തിരിക്കുക. നമ്മൾ ഈ അതിപ്പോ ഓരോ നല്ല സിനിമകൾ വരുന്നതോളം ആ ലൈൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി ഇതിന്റെ പുറകെ ഫിലിം മേക്കേഴ്സിന് അവർക്ക് അത്രയും ടഫ് ആയിക്കൊണ്ടിരിക്കുക മലയാളത്തില് ഈ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും പക്ക പെർഫെക്ഷനാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മേക്കിംഗ്. പിന്നെ സ്റ്റോറി ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സ്റ്റോറി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി അപ്പൂപ്പ കഥകളൊന്നുമല്ല, നല്ല ക്ലിയർ ആയിട്ട് നല്ല രസത്തിൽ എഴുതിയെന്നുള്ള സ്റ്റോറിയാണ്. അപ്പോൾ 100% ഈ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മിസ്സാക്കരുത്. തിയേറ്ററിൽ പോയിട്ട് കാണണം, തിയേറ്ററിൽ മിസ്സാക്കരുത് എന്നാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. നല്ല അടിപൊളി സിനിമയാണ്. അപ്പോൾ വീണ്ടും സന്ധിക്കും പറയും വണക്കം. പിന്നെ ഇതിൽ കുറേ എന്താ പറയുക, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചത് തൽക്കാലം ഞാനൊന്നും പറഞ്ഞില്ല, ബിക്കോസ് പലരും ഈ സിനിമ കണ്ടു കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നെ അതിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഒരു സ്പോയിലർ ഇതായി മാറും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോയിൽ അത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ ബൈ.